ലോകം കണ്ട ഏറ്റവും വലിയ സൈനിക സഖ്യമായ നാറ്റോയുടെ കാലം കഴിയുകയാണോ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന സൂചനകൾ അതാണ്. നാറ്റോ വെറുമൊരു കടലാസ് പുലിയാണെന്നും ഈ സഖ്യത്തിൽ നിന്ന് അമേരിക്ക പുറത്തു പോകുന്ന കാര്യം താൻ ഗൗരവമായി ആലോചിക്കുകയാണെന്നും ട്രംപ് തുറന്നടിച്ചിരിക്കുകയാണ്. അതേസമയം അമേരിക്കയെ കാത്തു നിൽക്കാതെ പ്രതിസന്ധി പരിഹരിക്കാൻ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ 35 രാജ്യങ്ങളുടെ പുതിയൊരു സഖ്യ നീക്കവും ആരംഭിച്ചിരിക്കുകയാണ്. ആഗോള രാഷ്ട്രീയത്തിലെ ഈ വമ്പൻ മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ടെലിഗ്രാഫ് പത്രത്തിൽ നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാറ്റോ സഖ്യത്തിനെതിരെ ആഞ്ഞടിച്ചത്. നാറ്റോയിൽ നിന്ന് അമേരിക്കയെ പിൻവലിക്കുന്നത് ഇപ്പോൾ കേവലം ഒരു പുനർവിചിന്തനത്തിന് അപ്പുറമുള്ള കാര്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതായത് നാറ്റോയിൽ തുടരണോ വേണ്ടയോ എന്നത് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണെന്നാണ് ട്രംപ് പറയുന്നത്. നാറ്റോയുടെ കാര്യക്ഷമതയിൽ തനിക്ക് പണ്ടേ വിശ്വാസമില്ലായിരുന്നു എന്നും ട്രംപ് പറയുന്നു. ഞാൻ ഒരിക്കലും നാറ്റോയാൽ സ്വാധീനിക്കപ്പെട്ടിട്ടില്ല. അവരൊരു കടലാസ് പുലിയാണെന്ന് എനിക്ക് എപ്പോഴും അറിയാമായിരുന്നു. റഷ്യൻ പ്രസിഡന്റ് പുതിനും അതറിയാം എന്നാണ് ട്രംപിന്റെ പരിഹാസം. സഖ്യകക്ഷികൾക്കിടയിൽ യാതൊരു പരസ്പര സഹകരണവും ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വിമർശനം ട്രംപിന്റെ. യുക്രൈൻ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളിൽ അമേരിക്ക സ്വയമേ അവർക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അമേരിക്കയ്ക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ അവർ ഒപ്പം നിന്നില്ല എന്നും ട്രംപ് കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തുകയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായ ഒരു വെളിപാടല്ല ഇത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിൽ ഇസ്രയേലുമായി ചേർന്ന് അമേരിക്ക ഇറാനെതിരെ ആരംഭിച്ച സൈനിക നീക്കങ്ങളാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം. അമേരിക്കൻ നീക്കത്തിന് മറുപടിയായി ലോകത്തിലെ പ്രധാന എണ്ണ ഗതാഗത പാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടി. ഇത് ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ അസ്ഥിരതയാണ് സൃഷ്ടിച്ചത്. തുടർന്ന് ഈ പാതയിലെ സുരക്ഷ ഉറപ്പാക്കാൻ സൈന്യത്തെ വിന്യസിക്കണമെന്ന് അമേരിക്ക നാറ്റോ സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ അത് നിരസിച്ചു. ഇതാണ് ട്രംപിനെ ചൊടിപ്പിച്ചതും നാറ്റോ വിടുമെന്ന് കടുത്ത ഭാഷയിലുള്ള മുന്നറിയിപ്പിലേക്ക് നയിച്ചത്. അമേരിക്കയുടെ സൈനിക നീക്കത്തിൽ പങ്കുചേരാത്ത ബ്രിട്ടന്റെ നടപടിയെയും ട്രംപ് രൂക്ഷമായി വിമർശിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറെ വ്യക്തിപരമായി പോലും പരിഹസിക്കാൻ അദ്ദേഹം മടിച്ചില്ല. നിങ്ങൾക്ക് ഒരു നാവികസേന പോലുമില്ല, നിങ്ങളൊക്കെ പ്രായമേറിയവരാണ്, പ്രവർത്തിക്കാത്ത വിമാനവാഹിനി കപ്പലുകൾ മാത്രമാണ് നിങ്ങൾക്കുള്ളത് എന്നായിരുന്നു ട്രംപിന്റെ പരിഹാസം. എന്നാൽ ഈ വിമർശനങ്ങൾക്കിടയിലും ബ്രിട്ടൻ വെറുതെ ഇരിക്കുകയല്ല. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി 35 രാജ്യങ്ങളെ ഉൾപ്പെടുത്തി ഈ ആഴ്ച തന്നെ ഒരു അന്താരാഷ്ട്ര നയതന്ത്ര സമ്മേളനം വിളിച്ചു ചേർക്കുമെന്ന് കീർ സ്റ്റാമർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, നെതർലാൻഡ്സ് തുടങ്ങിയ വമ്പൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനകം തന്നെ ബ്രിട്ടന്റെ ഈ ഒരു പ്രസ്താവനയിൽ ഒപ്പുവെച്ചിട്ടുമുണ്ട്. നിലവിലെ യുദ്ധം 1970കളിലേതിന് സമാനമായ വലിയൊരു ഊർജ്ജ പ്രതിസന്ധി ലോകത്തുണ്ടാക്കരുതെന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പുതിയ നീക്കം. കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനും പോരാട്ടം അവസാനിച്ചാൽ ഉടൻ സംയുക്തമായ സൈനിക വിന്യാസം നടത്താനും ഈ രാജ്യങ്ങൾ പദ്ധതിയിടുന്നുണ്ട്. ചുരുക്കത്തിൽ ട്രംപിന്റെ നിലപാടുകൾ നാറ്റോയുടെ ഭാവിയെ വലിയൊരു ചോദ്യചിഹ്നമാക്കിയിരിക്കുകയാണ്. ട്രംപിന്റെ വിമർശനങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അമേരിക്കയും ബ്രിട്ടനും അടുത്ത സഖ്യകക്ഷികളാണെന്നും എന്ത് സമ്മർദ്ദം ഉണ്ടായാലും ബ്രിട്ടന്റെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നുമാണ് കീർ സ്റ്റാമർ നൽകിയ നയതന്ത്ര മറുപടി. പതിറ്റാണ്ടുകളായി ലോക പോലീസായി നിന്നിരുന്ന അമേരിക്ക ഒറ്റയ്ക്ക് നടക്കാൻ തീരുമാനിക്കുകയും മറുവശത്ത് തങ്ങളുടെ ഊർജ്ജ സുരക്ഷയ്ക്കായി യൂറോപ്യൻ രാജ്യങ്ങൾ പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുന്നു. ആഗോള പ്രതിരോധ സഹകരണത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ തുടക്കമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്.